വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലെ ഒരു 5:45 6 മണിക്കാണ് ഇങ്ങനെ നീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റോടിക്കൽ കഴിഞ്ഞ് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണം നമുക്ക് ബാക്കി രാവിലത്തെയും ഉച്ചക്കത്തെയും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും ഒക്കെ ഉണ്ടാക്കാനായിട്ട്. എന്താ വെച്ചാൽ രാവിലത്തെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്കൂളിലെങ്കിൽ നമ്മുടെ ക്ലീനിങ് ആണ് ആദ്യം കഴിയുക, എന്നിട്ടാണ് കുളി കഴിഞ്ഞ് വരണത്. പിന്നെ അങ്ങനെ വിളക്ക് വെക്കലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലത്തെ ക്ലീനിങ് ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രാവിലത്തെ ക്ലീനിങ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുളി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ചൊവ്വാഴ്ച അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കണത് നമുക്ക് വീട്ടിനും ഒരു പോസിറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്കിങ്ങനെ വിളക്കൊക്കെ വെച്ച് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കണത്. അപ്പോൾ എനിക്ക് ഡെയിലി വെക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോൾ അത് ഡെയിലി ഇങ്ങനെ ശ്വസിക്കണത് നന്നല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയ്ക്ക് മാത്രമേ സാമ്പ്രാണി വെക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ നല്ല പുക ഉണ്ടാവും. ഇത് നമുക്ക് കാണാനും നോക്കാനും ഒക്കെ രസമായിരിക്കും. പക്ഷെ അത് ഡെയിലി ശ്വസിച്ച് കഴിഞ്ഞാൽ കേടാണെന്ന് പറയണമുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മാത്രമാണ് ഞാൻ സാമ്പ്രാണി വെക്കണം. പിന്നെ അങ്ങനെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ചോറിനുള്ള വെള്ളം അതുപോലെ തന്നെ ചായക്കുള്ള പാലൊക്കെ കഴിച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലേക്കാണെങ്കിൽ ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്കുള്ള മാവൊക്കെ ഞാൻ പൊങ്ങി വന്നോ എന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനൊപ്പം തന്നെ പാലൊക്കെ കാய்ச்சிയിട്ട് നമുക്ക് കാപ്പിക്കുള്ളതും അതുപോലെ ചായക്കുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാപ്പി കൊടുക്കാനുള്ളതൊക്കെ കാപ്പി. എന്താ വെച്ചാൽ ജിത്തുവിന് ഇപ്പോൾ ട്യൂഷൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അവനും 6 മണിക്ക് നീറ്റിട്ട് ട്യൂഷന് പോയിട്ട് എത്തും. എൻ്റെ രാവിലത്തെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിയുമ്പോഴത്തേനും കുളിയൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴത്തേനും അവൻ ട്യൂഷന് പോയിട്ട് തിരിച്ചെത്തും. അപ്പോൾ അവനുള്ള കാപ്പിയും അതുപോലെ കണ്ണൻ എന്തായാലും നീറ്റിട്ടുണ്ടാവും. പിന്നെ നന്ദു മാത്രമായിട്ട് മെല്ലെ നീക്കുള്ളൂ. പിന്നെ ഞാനും ഇപ്പോൾ സ്കൂളിലെങ്കിലും നേരത്തെ തന്നെ നീക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നല്ല ചൂട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പണികളൊക്കെ ഒരുവിധം തീർക്കാണിച്ചാൽ പിന്നെ നമുക്ക് ഉള്ളിലുള്ള പണികളൊക്കെ പിന്നെയും നമുക്ക് ഫാൻ ഇട്ടിട്ടൊക്കെ ചെയ്യാം. പക്ഷെ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ലോണം ചൂട്, ഒരു 10 മണി കഴിഞ്ഞാൽ നല്ലോണം ചൂട് അടുക്കളയിലേക്ക് നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചൂടാണ് അടുക്കളയിൽ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ ഒരുവിധം തീർത്തിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഫാനൊക്കെ ഇട്ടിട്ട് മാനേജ് ചെയ്യാം. പക്ഷേ രാവിലെ അടുക്കളയിൽ നിൽക്കണ കാര്യം വല്ലാത്ത ബുദ്ധിമുട്ടാട്ടോ. എന്താ ഇങ്ങനെ ചൂട് പറയണതെന്ന് തോന്നണ്ട. എന്താ വെച്ചാൽ പാലക്കാട് അത്രയും ചൂടാണ്. എല്ലായിടത്തും ഇത്രയും ചൂടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെയും ഉച്ചക്കത്തെയും ഒക്കെ നമുക്ക് സ്കൂളുള്ള പോലെ തന്നെ കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് നല്ലോണം നേരത്തെ ഉണ്ടാക്കി വെക്കാനും പറ്റില്ല. ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു 7 മണി 7:30 എന്തായാലും ആവുമല്ലോ. അപ്പോൾ ആ സമയത്താണ് കുക്കിംഗ് ഒക്കെ ചെയ്യണത്. നമ്മൾ നേരത്തെ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രിത്തേക്ക് എന്തെങ്കിലും ബാക്കിയാവണമെങ്കിൽ ചൂടായതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ ഇനി ഫുഡൊക്കെ കേട് വന്ന് പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 8 മണിക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കറി ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് പിന്നെ ചിലപ്പോൾ ചോറ് വെക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രാവിലത്തേക്കുള്ള ഉള്ളിച്ചമ്മന്തിക്ക് ഉള്ളതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വഴറ്റിയും കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കണത്. പിന്നെ അതൊക്കെ ഒന്ന് അരച്ച് അതിനൊപ്പം തന്നെ ചട്നിയും കൂടി അരച്ച് സെറ്റാക്കാനുണ്ട്. എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഓരോരുത്തരായി കുളി കഴിഞ്ഞ് വരുമ്പോൾ എനിക്കിങ്ങനെ ദോശ ചുട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ കുളിക്ക് കഴിയണ സമയം ആകുമ്പോഴത്തേനും ഞാൻ വേഗം ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുക. അതിനൊപ്പം തന്നെ ചോറിനുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പലഹാരപ്പണി കഴിയുമ്പോഴത്തേനും ചോറ് പാകമായിട്ട് ചോറ് വാർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം അടുപ്പത്ത് ഈ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പ് ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് ആദ്യം ഞാൻ വാർത്ത് വയ്ക്കും. പിന്നെ നമുക്ക് വേഗം കറി ഉപ്പേരിയൊക്കെ ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സാമ്പാറെന്ന് പറയണേ ചട്നിയും ചമ്മന്തിയൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ദോശ ചൂടാനായിട്ട് നിന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ കല്ലാകുമ്പോൾ എനിക്ക് വേഗം പണി കഴിഞ്ഞിട്ട് അത് പുതിയതാണ്. അപ്പോൾ 3 ദോശ അതിൽ ചൂടാം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എളുപ്പമാണ്. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചുടനേക്കാളും ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നല്ല രസമാണ്, വേഗം ആവും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ വേഗം എല്ലാവർക്കും ഉള്ളതും ചൂടോടെ ചുട്ടെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോഴുണ്ട് പരിപ്പ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ചട്നി ചമ്മന്തി മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒതുക്കി. അല്ലാച്ച സാമ്പാർ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ പിന്നെ രാത്രിയിലേയും കൂടി എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചട്നി ചമ്മന്തി ആണെങ്കിൽ നമുക്ക് രാത്രിയും പലഹാരം തന്നെ ആയതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കണം. സാമ്പാറൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് യൂസ് ചെയ്യാം. അധിക ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ചട്നി ചമ്മന്തി അങ്ങനെ ഏട്ടനൊന്നും താല്പര്യമില്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല.
ഇങ്ങനെ കറികളൊക്കെയാണ് ഏട്ടന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെയും ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവരൊക്കെ മെല്ലെ നീക്കണമുണ്ട്. എനിക്ക് ആ പണികളൊക്കെ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ സമയത്തൊക്കെയാണ് കേട്ടോ ചെയ്യണം. എന്താ വെച്ചാൽ ഇവർ നേരത്തെ നീക്കണില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കറക്റ്റാക്കി ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ തിരുമ്പാനുള്ള തുണികളൊക്കെ എടുക്കുന്നത് ഈ സമയത്തായിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുന്ന സമയമാകുമ്പോഴാണ് എല്ലാവരുടെയും കുളി കഴിഞ്ഞിട്ട് തുണിയൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാതെ അതിന് മുന്നേ ഞാൻ ഇടുകയാണെങ്കിൽ പിന്നെയും ബാക്കിയുള്ള തുണികളൊക്കെ തിരുമ്പാനായിട്ട് ബാക്കിയാവും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഹോളിൽ വന്നിരുന്നിട്ടാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നത്. ഒപ്പം കാണാനും ഉണ്ട് കേട്ടോ. അവനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണ്ടേന്ന് അവന് അറിയണില്ല. എന്താ വെച്ചാൽ എത്ര നേരം ടി വി നോക്കുക, ഫോൺ നോക്കുക, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലേ ഇപ്പോൾ കളിക്കാനും വിടണുള്ളൂ. നല്ല ചൂടായതുകൊണ്ട് തന്നെ കളിക്കാനൊന്നും ഗ്രൗണ്ടിൽ രാവിലെ ഒന്നും വിടുന്നില്ല കേട്ടോ. വൈകുന്നേരം ആയാലും അതുപോലെ ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ടാണ് കളിക്കാൻ വിടണത്. അപ്പോൾ അല്ലാത്ത സമയത്ത് ഫോൺ നോക്കലും ടി വി നോക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ പൊക്കോളും. അപ്പോൾ ഞാൻ നീളത്തിൽ അരിയണം, അവനാണെച്ചാൽ വട്ടത്തിൽ അരിഞ്ഞെന്നിരിക്കട്ടോ. അവനത് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ എങ്ങനെ അരിയണേന്ന്. പിന്നെ എന്നാലും കുഴപ്പമില്ല, അവനത് എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ അവൻ അരിഞ്ഞതും ഞാൻ അരിഞ്ഞതൊക്കെ ആയിട്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വന്നിട്ട് വേഗം കോവയ്ക്ക് ഉപ്പേരിയൊക്കെ ഒന്ന് വഴറ്റാനിട്ടിട്ട് പിന്നെ പോയിട്ട് കറിക്കുള്ള ഉള്ളിയൊക്കെ തൊലിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ കോവയ്ക്ക് ഉപ്പേരി ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. ഇവിടെ കുട്ടികൾക്ക് കാണിച്ചാൽ നല്ലോണം ഇങ്ങനെ കോവയ്ക്ക ഫ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. എന്നാൽ അവർക്ക് എങ്ങനെയൊക്കെ വെച്ച് കൊടുത്താലും ചിലപ്പോൾ കുറ്റേ പറയുള്ളൂ, അമ്മ ഇനി ഉപ്പേരി ആയിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ. അമ്മ ഇനി കോവയ്ക്ക് ഉപ്പേരി വെക്കണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അവർക്ക് എൻ്റെ അമ്മ വെക്കണ കോവയ്ക്ക് ഉപ്പേരി ഇഷ്ടം. അമ്മയാണെങ്കിൽ അമ്മ ഉണ്ടാക്കണത് ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലാട്ടോ. അപ്പോൾ അതാകുമ്പോൾ നല്ലോണം കുറേ നേരിട്ട് വഴറ്റിയാലും അങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിക്കില്ല. പക്ഷെ ഞാനിവിടെ ചട്ടിയിലും ഇങ്ങനെ കനല്ലാത്ത ചീഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കണതുകൊണ്ട് വേഗം അതിങ്ങനെ അടുക്കി പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കുറച്ചങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ആയിന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇവർക്ക് കാണിച്ചാൽ നല്ലോണം ഇങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെ നല്ലോണം മൊരിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കോവയ്ക്ക് ഒക്കെ ഒന്ന് മാറ്റി വേറെ അടുപ്പിൽ സിമ്മിലാക്കിയിട്ട് നല്ലോണം ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ വെണ്ടയ്ക്ക് കറി വെക്കാനാട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്ക് അരിഞ്ഞതൊക്കെ ഇട്ട് നന്നായി വഴറ്റി അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും പെരുങ്കായപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് നിറയെ ചെറിയുള്ളിയും തക്കാളിയും കൂടി അരച്ചാട്ടോ ഒഴിക്കണം. അപ്പോൾ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചെറിയുള്ളിയും തക്കാളിയും കൂടി അരച്ച പേസ്റ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നാലാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുക കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിക്കുക, ഉപ്പും ചേർക്കുക, പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി അരച്ച് വയ്ക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ വെണ്ടയ്ക്ക കറി വെക്കാറ്. പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച് ഈ താളിൻ്റെ തണ്ടുണ്ടല്ലോ, താളിൻ്റെ തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി കുറച്ചൊന്ന് നമ്മുടെ തോരനൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് വേവിക്കാനിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കുറച്ച് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ പുളി ഒഴിച്ചു കൊടുക്കുക, അതിനുള്ള കറക്റ്റ് ആ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കോവയ്ക്ക് ഉപ്പേരിയാണെങ്കിൽ സിമ്മിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അതും ആവണുണ്ട്. അങ്ങനെ കറിയൊക്കെ തിളച്ച് സെറ്റായപ്പോൾ ഞാൻ തേങ്ങയും കൂടി അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തോരനുള്ളതും കൂടി ഒന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയിൽ കുറച്ച് ജീരകവും പച്ചമുളകും കൂടി അരച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ എന്താ പറയുക അതിന് താളിൻ്റെ തണ്ട് ഇനി പിന്നെ വേറെ ചീരത്തണ്ട് എന്നെന്തോ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലായിടത്തും എങ്ങനെ പറയാമെന്നറിയില്ല. ഇവിടെ ഞങ്ങൾ താളും തണ്ട് എന്നിട്ട് പറയാം. അതിങ്ങനെ കറിയും വെക്കാറുണ്ട്, മോരൊഴിച്ചിട്ട് നമ്മൾ മോരുകറി വെക്കണ പോലെയും വെക്കാറുണ്ട്, തോരൻ വെക്കും, അതുപോലെ ഇങ്ങനെ വെറുതെ ഉപ്പേരി പോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള തേങ്ങയും കൂടി ചിലവെടുക്കുകയാണ് ഞാൻ. അങ്ങനെ കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും അതുപോലെ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായിട്ട് ഇപ്പോൾ കറിയൊക്കെ സെറ്റായി തേങ്ങയൊക്കെ അരച്ചു കൊടുത്തപ്പോൾ നല്ലോണം തിളച്ച് കുറുകി സെറ്റായി വന്നിട്ട് ഇനിയിപ്പോൾ അടുപ്പത്ത് തന്നെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് കുറുകുമല്ലോ. അപ്പോൾ ഞാനൊന്ന് വേഗം തിളച്ചായപ്പോൾ തന്നെ ചട്ടിയിലായതുകൊണ്ട് ഞാൻ വേഗം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും കറി. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ഉപ്പേരിയും അതുപോലെ തോരനും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകലാണ് കേട്ടോ. ഈ കുക്കിംഗ് ഒക്കെ ഒരുവിധം തീർത്ത് കഴിയുമ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരുവിധം ഈ ചെറിയ പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ട് കഴുകി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം പാത്രം കഴുകാൻ കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ രാവിലത്തെ ആ ചൂടിൽ തന്നെ നമ്മളെല്ലാം കഴുകുകയാണെന്ന് വെച്ചാൽ വൈകുന്നേരം ഒന്നും ഒരു 5:30 മണി വരെ നമുക്ക് അടുക്കളയ്ക്ക് പോകാനേ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ ആ വെയിൽ താന്ന് പോകുന്ന സമയത്തും സൂര്യൻ അങ്ങനെ ഉദിക്കണം നമ്മുടെ അടുക്കളയിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഒരുവിധം എല്ലാ പണികളും ഇപ്പം തന്നെ കണ്ടറിയാം. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആവണുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയൊക്കെ നല്ലോണം അങ്ങനെ വെയിൽ കാണാം നിങ്ങൾക്ക്.
അത്രയും വെയിലായിരിക്കും അടുക്കളയിലോട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാൻ നാളെ ജനൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാറ്റ് വരാൻ വേണ്ടിയിട്ട് ജനൽ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടറിയാം ആ ജനലിൽ കൂടെ ഇപ്പോൾ കാറ്റ് വന്നോ ഇല്ലേ, നല്ലോണം വെയിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കാണ്, കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ജനൽ വെച്ചപ്പോൾ നല്ലോണം വെയിലാണ് കിട്ടണേന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും വേണ്ടില്ല, ഈ ചൂട് അടുപ്പിൽ നിന്ന് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവണ ചൂട് പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോകണമല്ലോ, അല്ലാതെ കൂടി നിൽക്കുമ്പോൾ നല്ലോണം ചൂടായിരിക്കും അടുക്കളയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇത്തിരി വെളിച്ചം വന്നുകൊണ്ട് തന്നെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. അടുക്കളയിൽ നിൽക്കുമ്പോൾ ചൂടൊക്കെ ഉണ്ടെങ്കിലും രാവിലെ നേരത്തെ നിൽക്കാൻ ഒരുവിധം നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നല്ലോണം ചൂടുണ്ട്. നമുക്ക് ഈ 12 മണി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലോണം ചൂട്, ഒരു 4:30-5 മണി വരെ നല്ല ചൂട് അടുക്കളയിലോട്ട് വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഒരുമാതിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ നേരത്തെ പണിയൊക്കെ കഴിയുകയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ അതന്നെ നമ്മുടെ പണികളൊക്കെ ഒരുവിധം കുക്കിങ്ങും നമ്മുടെ പാത്രമൊക്കെ ചെറിയ പാത്രത്തിലോട്ട് ഒഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ പാത്രങ്ങളും കൂടി ഞാൻ കഴുകി സിങ്കും കൂടി ക്ലീനായി വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച പ്ലേറ്റ് കൈയോടെ തന്നെ ഒന്ന് കഴുകി എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വലിയ പണിയില്ല. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് എടുത്ത് വെക്കണം. അത്രയ്ക്ക് ഇനി പണിയുള്ളൂ. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേനും എൻ്റെ എല്ലാ പണിയും തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമാധാനത്തിൽ എഡിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണതും കൂടി ഇപ്പോൾ ഈ 10-11 മണിക്കാണ് കേട്ടോ. ആ നേരം കൊണ്ട് എല്ലാ പണികളും എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലാച്ചാൽ എനിക്ക് മെല്ലിയാണ്, ഞാൻ ലേറ്റായി എണീക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഈ പണികളൊന്നും നടക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റ് പണികളൊക്കെ ചെയ്യണം. അപ്പോൾ നേരത്തെ പണികളൊക്കെ കഴിയണം എന്നുള്ളവർ കുറച്ച് നേരത്തെ എണീറ്റിട്ട് പണിയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും നമുക്ക് പണികൾ ചെയ്യാനും. അതുപോലെ നമുക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർ കാണിച്ചാൽ നമുക്ക് കുറച്ചുകൂടി സമയം നമുക്ക് ഉള്ള പോലെ തോന്നും. അപ്പോൾ അങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെയാണ്. രാവിലെ മുതൽ ഉച്ച ആ സമയം വരെയുള്ള പണികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ തീർത്തിട്ട് പോയതിന് ശേഷം പിന്നെ ഊണ് കഴിക്കാറായപ്പോഴത്തേനും ഈ തോരൻ കുട്ടികൾ കൂട്ടില്ല, അതുകൊണ്ട് കോവയ്ക്കുപ്പേരി വലിയ കുട്ടികൾ കഴിച്ചോളും. കോവയ്ക്കുപ്പേരി ഈ 2 ഉപ്പേരിയും കൂട്ടാത്ത ആളാണ് എൻ്റെ കണ്ണൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെയും പണിയായി കേട്ടോ. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതും കൂടി അവന് വറുത്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ പണി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ക്ലീനിങ് വീഡിയോ ചെയ്യുമോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ക്ലീനിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അവർ ചോദിച്ചു കഴിഞ്ഞു, ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ എന്തായാലും ഈ ആഴ്ച തന്നെ ഞാൻ ക്ലീനിങ് വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് നമുക്ക് ഇതൊക്കെ ആയിരുന്നു കേട്ടോ.